ബാങ്ക് നോട്ടുകൾ അച്ചടിക്കുന്നതിനായി പതിറ്റാണ്ടുകളായി ഇന്ത്യ ആശ്രയിച്ചിരുന്ന രാജ്യമായിരുന്നു നേപ്പാൾ. 1945 മുതൽ 1955 വരെ ഇന്ത്യയിലെ നാസിക്കിലുള്ള പ്രസ്സിലാണ് നേപ്പാളിന്റെ കറൻസി നോട്ടുകൾ അച്ചടിച്ചിരുന്നത്. പിന്നീട് ലോകത്തെയും മറ്റ് രാജ്യങ്ങളെയും ആശ്രയിച്ച് തുടങ്ങിയെങ്കിലും 2015 വരെയും നേപ്പാളിന്റെ നോട്ടുകൾ അച്ചടിക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾക്ക് സമൂലമായ മാറ്റം വന്നിരിക്കുന്നു. 2015 ശേഷം നേപ്പാൾ ഈ ആവശ്യത്തിനായി ചൈനയെ പൂർണ്ണമായി ആശ്രയിക്കാൻ തുടങ്ങി. കറൻസി അച്ചടിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഒഴിവാക്കി ചൈനയിലേക്ക് ചേക്കേറിയ ഏക രാജ്യം നേപ്പാൾ മാത്രമല്ല. ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവയും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ മലേഷ്യ, തായ്ലൻഡ് കൂടാതെ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളും നിലവിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ ചൈനയാണ് സമീപിക്കുന്നത്. എന്തുകൊണ്ടാണ് ഏഷ്യൻ രാജ്യങ്ങൾ കറൻസി പ്രിന്റിങ്ങിനായുള്ള തങ്ങളുടെ പരമ്പരാഗത പങ്കാളികളെ ഉപേക്ഷിച്ച് ചൈനയിലേക്ക് തിരിയുന്നത് എന്ന ചോദ്യം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയാണ്. നേപ്പാളിന്റെ ഈ സുപ്രധാന മാറ്റത്തിന് പിന്നിൽ സാമ്പത്തികവും രാഷ്ട്രീയമായ നിരവധി കാരണങ്ങളുണ്ട്. ആഗോള ടെൻഡറുകളിൽ ഏറ്റവും കുറഞ്ഞ ലേലത്തുക ചൈനീസ് കമ്പനിയുടേതാണ് എന്നതായിരുന്നു നേപ്പാളിനെ ആകർഷിച്ച ഒരു പ്രധാന ഘടകം. ചെലവ് കുറഞ്ഞ പ്രിന്റിംഗ് ചെലവുകൾ നേപ്പാളിന്റെ കേന്ദ്ര ബാങ്കിന് വലിയ സാമ്പത്തിക ലാഭം നൽകി.